Hi friends, welcome to J2 Tech and Vlogs. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് അതുപോലെ റിവ്യൂയും ചെയ്യാൻ പോകുന്നത് അഗാരോ എന്ന ബ്രാൻഡിന്റെ പ്രഷർ വാഷർ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് വീഡിയോ കാണാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യം നേരെ അൺബോക്സിംഗ് വീഡിയോ കാണാം. അതിനുശേഷം നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ഇതിന്റെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടോ അല്ലെ സൗണ്ട് നോയ്സ് ഉണ്ടോ, പിന്നെ എങ്ങനെയാണ് അതിന്റെ പ്രഷർ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് യൂസ് ചെയ്താലേ അറിയത്തുള്ളൂ. അപ്പോൾ അതൊന്ന് യൂസ് ചെയ്ത് കാണിച്ചു തരാം, ഒന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആദ്യം തന്നെ അൺബോക്സിംഗ് വീഡിയോ കാണാം. അങ്ങനെ ഇതാണ് നമ്മുടെ പ്രഷർ വാഷറിന്റെ പാക്കേജിങ്. നമുക്ക് ആദ്യം ഇതൊന്ന് ഒന്നുകൂടെ പൊട്ടിച്ച് നോക്കാം. എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്ന ഇതിന്റെ മാനുവലാണ്. അതുപോലെ തന്നെ ഇതിന്റെ വാറണ്ടി കാർഡും കൂടെ കൂടിയാണെന്ന് തോന്നുന്നു. അതെ, ഇതിന്റെ വാറണ്ടി കാർഡ് കൂടിയാണ്. 1 ഇയർ വാറണ്ടി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ വാറണ്ടിയെ കുറിച്ച് പറയുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ്, അതായത് ആദ്യത്തെ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയതിന് 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇത് രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്. രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് QR കോഡ് സ്കാൻ ചെയ്താൽ മതി. അതിനുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു മാനുവലിന്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രഷർ വാഷർ ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഫീച്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഇതിന്റെ പവർ എന്ന് പറയുന്നത് 1800 വാട്ടാണ്. 1800 വാട്ട് എന്ന് പറയുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു പവർ തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ നേരം യൂസ് ചെയ്ത കറണ്ടും അതുപോലെ നല്ല ഇത് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിന്റെ ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് വെള്ളം യൂസ് ചെയ്യുന്നതിന്റെ ഫ്ലോ റേറ്റ്, വെള്ളം യൂസ് ചെയ്യുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6.5 ലിറ്റർ പെർ മിനിറ്റ് എന്നാണ് ഇതിന്റെ സ്പീഡാണ് പറയുന്നത്. അത്രയും നമുക്ക് വാട്ടർ നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് 1 മിനിറ്റിൽ അത്രയും പോകുന്നുണ്ട്, അത്രയും പവർ ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലോ റേറ്റ് ആണ് പറയുന്നത്. പിന്നെ ഇത് മെയ്ഡ് ഇൻ ചൈന ആണെങ്കിൽ പോലും നമുക്ക് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നിങ്ങൾ എടുക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അഡീഷണൽ വാറണ്ടി കാണിക്കുകയില്ല. എന്നാൽ പേയ്മെന്റ് ഓപ്ഷൻ നിങ്ങൾ എടുക്കുമ്പോഴേക്കും അവിടെ നിങ്ങൾക്ക് അഡീഷണൽ വാറണ്ടി എടുക്കാവുന്നതാണ്. ആമസോണിലാണെങ്കിൽ നേരിട്ട് നമുക്ക് അഡീഷണൽ വാറണ്ടിയുടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1 ഇയർ വരെ അഡീഷണൽ വാറണ്ടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത് മാർക്കറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഇനി ഇത് യൂസ് ചെയ്തതിനു ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. അതായത് എങ്ങനെയുണ്ട് ഇതിന്റെ പവർ, അതുപോലെ തന്നെ കൂടുതൽ നേരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും ലീക്കേജ് പ്രോബ്ലംസ് ഉണ്ടോ, എന്തെങ്കിലും ഡിഫക്റ്റീവ് ഉണ്ടോ, ഡാമേജ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇനി ഇതൊന്ന് യൂസ് ചെയ്തതിനു ശേഷം പറയാം. ഇത്രയും പ്രൊഡക്ട്സ് ആണ് നമുക്ക് ഈ ഒരു ആഗാരോയുടെ പ്രഷർ വാഷറിലൂടെ കിട്ടുന്നത്. ഇതിന്റെ ആക്സസറീസ് ആണ് ഇത്രയും സാധനം കാണുന്നത്. ഇനി നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യാം, ഓരോന്നിലോട്ടും എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ പ്രഷർ വാഷർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻലെറ്റും ഔട്ട്ലെറ്റും കാണാം. ഒന്ന് പൊങ്ങി, അതായത് ഈ ഒരു വശത്തിരിക്കുന്നത് കുറച്ച് പൊങ്ങിയും അതുപോലെ തന്നെ ഈ ഒരു വശത്തിരിക്കുന്നത് കുറച്ച് താന്നുമാണ് ഇതിന്റെ ഇൻലെറ്റ് വരുന്നത്. താന്നിരിക്കുന്നതാണ് ഇതിന്റെ ഇൻലെറ്റ്. ഇവിടെയാണ് നമ്മൾ ഹോസ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ ഔട്ട്ലെറ്റ് കണക്ഷൻ, അതായത് ഇവിടുന്ന് പ്രഷർ അടിക്കുന്ന ആ ഒരു ഹൈ പ്രഷറിൽ വരുന്ന ആ ഒരു വെള്ളം വരുന്ന ഭാഗം ഇവിടെയാണ്. ഇതാണ് അതിന്റെ ഔട്ട്ലെറ്റ് വരുന്നത്. ജസ്റ്റ് ഈ മീറ്ററിന്റെ ആ ഒരു ഭാഗം നോക്കിയാൽ മതി. മീറ്ററുമായിട്ട് ചേർന്നിരിക്കുന്ന ഭാഗമാണ് ഇൻലെറ്റ് വരുന്നത്. അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ഇതിന്റെ ഔട്ട്ലെറ്റ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഇൻലെറ്റ് ഹോസ്, അതായത് നമ്മൾ വെള്ളം എടുക്കുന്ന ഈ ഒരു ഇൻലെറ്റ് ഹോസ് നമുക്ക് നമ്മുടെ പ്രഷർ വാഷറിലേക്ക്, ആ ഒരു ഡിവൈസിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. അത് നമുക്ക് വെറുതെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആ ഒരു വാട്ടർ ഹോസ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് കണക്ട് ചെയ്യാനായിട്ട്, അതായത് പ്രഷർ വാഷറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ആക്സസറീസ് കിട്ടുന്നതാണ്. ഈ ഒരു സാധനമാണ് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അത് നമുക്ക് നമ്മുടെ ഇൻലെറ്റ് ഭാഗത്തേക്ക് നമുക്ക് ഇങ്ങനെ പിരിച്ച് കയറ്റിയാൽ മതി. പിന്നെ ഇതിൻ്റെ ആക്സസറീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വലിയ ക്വാളിറ്റി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. അത്യാവശ്യം സാധാരണ ലോക്കൽ രീതിയിൽ ചെറിയ ഗ്ലാസ് ടൈപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണ്. ഒരു അത്യാവശ്യം ഹൈ ക്വാളിറ്റി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല ആക്സസറീസിൻ്റെ കാര്യത്തിൽ. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ഇൻലെറ്റ് ഭാഗത്തേക്കാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഹോസ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ആക്സസറീസ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഹോസ് നമുക്ക് നേരിട്ട് ഇതുപോലെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതിനായിട്ടാണ് ഈ ഒരു ആക്സസറീസ് തരുന്നത്. ഇതാണ് നമ്മുടെ ഹോസും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രഷർ വാഷറുമായിട്ട് കണക്ട് ചെയ്യുന്ന സാധനം. ഇത് നമ്മുടെ ഹോസുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇതിന്റെ ബാക്ക് വശത്തായിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഹോസ് ഒന്ന് കയറ്റി തള്ളി കൊടുത്താൽ മാത്രം മതി. തള്ളി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു അടപ്പൊക്കെ അടയ്ക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് പിരിച്ച് കയറ്റിയാൽ മതി. ഇപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗമാണ് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രഷർ വാഷറിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് ജസ്റ്റ് ഇതങ്ങോട്ട് തള്ളിക്കൊടുക്കുക. തള്ളിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് മേലോട്ടും താഴോട്ടും വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓപ്പൺ ചെയ്താൽ കയറ്റാനും ഇറക്കാനും വേണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറകോട്ട് വലിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് കയറ്റി കൊടുക്കുക. അപ്പോൾ ഒരു ലോക്ക് വീഴുന്ന ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. അതിനുശേഷം ഇത് ഫ്രണ്ടിലോട്ട് തള്ളിക്കൊടുത്താൽ ഇവിടെ സെറ്റ് ആയിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഹോസിന്റെ ഈ മറ്റേ എൻഡ് നമ്മൾ പൈപ്പിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് പൈപ്പിലേക്ക് നമുക്ക് വെറുതെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതിനായിട്ട് നമുക്ക് വേറെ ആക്സസറീസ് വരുന്നുണ്ട്. അതായത് നമ്മൾ പൈപ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആക്സസറിയാണ് വരുന്നത്. ഇതാണ് ആ ഒരു ആക്സസറി നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ മുൻപ് നമ്മളെ ആ ഒരു പ്രഷർ വാഷറിലേക്ക് കണക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്
ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് നമ്മൾ ഈ ഒരു ഹോസ് നമ്മൾ കണക്ട് ചെയ്യുക, അതായത് ഒന്ന് തള്ളി കയറ്റിയാൽ മാത്രം മതി. അതിനുശേഷം നമുക്കിവിടെ ഈ ഒരു ഭാഗം നമുക്ക് പിരിച്ച് കയറ്റുക. ഇപ്പോൾ ഇത് ലോക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൈപ്പിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ പൈപ്പ് കണക്ഷൻ ഇല്ല എന്ന് നമുക്കൊരു ബക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് പൈപ്പ് കണക്ഷൻ വേണമെന്ന് ആവശ്യമേ ഇല്ല. കാരണം ഇതൊരു സെൽഫ് പ്രൈമിംഗ് മോട്ടറാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബക്കറ്റിലാണെങ്കിലും നമുക്ക് വെള്ളം എടുക്കാവുന്നതാണ്. ബക്കറ്റിൽ വെള്ളം തീർന്നു കഴിഞ്ഞാൽ എയർ കയറി കഴിഞ്ഞാൽ സെൽഫ് പ്രൈമിംഗ് ആയതുകൊണ്ട് തന്നെ ആ ഒരു എയർ കഴിഞ്ഞ ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫിൽറ്ററാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് അഴുക്ക് ഡേട്ടൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഫിൽറ്റർ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അല്ല, ഈ ഒരു ആക്സസറീസ് അല്ല നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. ഇത് നമുക്കിപ്പോൾ ബക്കറ്റിൽ കൊടുക്കുന്നതുകൊണ്ട് നമുക്കിത് നമുക്ക് ഊരാം. ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഊരിയെടുക്കാവുന്നതാണ്. ഇനിയിപ്പം ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ വരുന്നത്. ഈ ഫിൽറ്റർ കണ്ടു ചെയ്യാനായിട്ട് ഈ ഒരു ഹോസിൻ്റെ അകത്തോട്ട് ഒന്ന് തള്ളി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇത് നമ്മുടെ ഫിൽറ്റർ ഇതുമായിട്ട് ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബക്കറ്റിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫിൽറ്റർ ചെയ്ത്, അതായത് ഇതിൻ്റെ അകത്തോട്ട് ഡേറ്റ്സ് ഒന്നും കയറാതെ നല്ല രീതിയിൽ, അതായത് അഴുക്കൊന്നും കയറാതെ നല്ല വെള്ളം തന്നെ നമുക്ക് ഇതിനകത്ത് ഫിൽറ്റർ ചെയ്ത് എടുക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് വരുന്ന ഔട്ട്ലെറ്റ് ഹോസാണ്, അതായത് നമ്മൾ പ്രഷർ വാഷ് ചെയ്യുന്ന പ്രഷറായിട്ടുള്ള ആ ഒരു വെള്ളം വരുന്ന ആ ഒരു ഭാഗത്തെ ഔട്ട്ലെറ്റ് ഹോസാണിത്. ഇത് കുറച്ചുകൂടെ നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഹോസ് തന്നെയാണ്. അതായത് നമുക്ക് ഇത്രയും പ്രഷർ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്രഷർ താങ്ങാൻ കഴിയുന്ന ടൈപ്പിലുള്ള ഹോസാണ്. ഇതിൻ്റെ നമുക്ക് രണ്ട് എൻഡും സെയിം തന്നെയാണ് വരുന്നത്, വ്യത്യാസമൊന്നുമില്ല. ഇത് ജസ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗം, അതായത് ഇതിൻ്റെ ഔട്ട്ലെറ്റ് ആയിട്ട് നമ്മൾ പ്രഷർ വരുന്ന ആ ഒരു മോട്ടറിൻ്റെ ആ ഒരു ഔട്ട്ലെറ്റ് ഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുക. കയറ്റി കൊടുത്തതിന് ശേഷം ഈ ഒരു ബാക്കി ഭാഗത്ത് കാണുന്ന ഈ ഒരു ക്യാപ്പ് ഉണ്ട്, ഇതിൻ്റെ ബാക്കി കാണുന്ന ഈ ക്യാപ്പ് നമുക്ക് ഇതിലോട്ടൊന്ന് പിരിച്ചു കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഏകദേശം ടൈറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, അതായത് ഇതിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് വരുന്ന ഭാഗത്ത് കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗണ്ണ് റെഡിയാക്കാം. ഇതാണ് നമ്മുടെ ഗണ്ണ് വരുന്നത്. ഈ ഗണ്ണിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ എക്സ്റ്റൻഷൻ ആ ഗണ്ണിൻ്റെ ബാക്കി ഭാഗം കണക്ട് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ ഒരു ഇതിൻ്റെ വാഷർ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് നമ്മളിവിടെ ഒന്ന് നമ്മൾ പിരിച്ച് കൊടുത്താൽ മാത്രം മതി. ഇത് പിരിച്ചു കൊടുത്തിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഇപ്പം നമ്മുടെ ഈ ഒരു ഭാഗത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അതായത് ഇതാണ് ഗണ്ണിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ, അതായത് ജെറ്റായിട്ട് വരുന്ന പോർഷനാണിത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് കാണാം, ഇത് നമ്മൾ കറക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ആ ഒരു വലിപ്പം കുറയുകയും കൂടുകയും ചെയ്യുന്നതാണ്. അത് നമ്മൾ ജസ്റ്റ് ആ ഒരു വെള്ളത്തിൻ്റെ പ്രഷർ നമുക്ക് പോയിന്റഡ് ആയിട്ടാണോ അല്ലെങ്കിൽ സ്പ്രെഡ് ആയിട്ടാണോ വേണ്ടെന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഭാഗമാണിത്. ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ തന്നെയാണ് നമുക്ക് നമ്മുടെ ഫോമിൻ്റെ ആ ഒരു ബോട്ടിൽ കണക്ട് ചെയ്യുന്നത്. അത് മാർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ജസ്റ്റ് ഈ ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ട് ഒന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് വീഴുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു നമ്മുടെ ഫോം ബോട്ടിൽ നമുക്ക് കണക്ട് ചെയ്യുന്നത്. അതുപോലെ ഫോം ബോട്ടിൽ എടുക്കാനാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോം ബോട്ടിലിനകത്തോട്ട് നമുക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇങ്ങനെ കയറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഗണ്ണിൻ്റെ ഈ ഒരു താഴ്ഭാഗത്തായിട്ടുള്ള ഈ ഒരു ഗ്രൂവിലാണ് നമ്മളിപ്പം നമ്മുടെ ആ ഒരു ഔട്ട്ലെറ്റ് ഹോസ്, നമ്മൾ ഹൈ പ്രഷറിൽ വരുന്ന വെള്ളത്തിൻ്റെ ഹോസ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. ഇതും മറ്റേ എൻഡ് നമ്മൾ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കയറ്റിയിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിലത്തെ ഈ ഒരു കവറും കൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കണക്ഷൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഗണ്ണിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ പ്രഷർ വാഷറിലേക്കും അതുപോലെ വെള്ളത്തിലേക്ക് ഇടാനുള്ള ഹോസിൻ്റെ എല്ലാ കണക്ഷനും നമ്മളിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വാഷ് ചെയ്തുകൊണ്ട് തന്നെ, നമുക്ക് ബൈക്ക് വാഷ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ആ ഒരു പവർ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ നോയ്സ് എങ്ങനെയാണ്, ആ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരാം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞതിന്റെ അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 1800 വാട്ടിനാണ് ഇതിന്റെ പവർ വരുന്നത്. അതുപോലെ തന്നെ മോട്ടറിന്റെ പ്രഷർ എന്ന് പറയുന്നത് 120 ബാറാണ്. കറക്റ്റ് 120 ബാർ പ്രഷർ ഒന്നും കിട്ടത്തൊന്നുമില്ല. അതിൽ കുറവേ കിട്ടത്തുള്ളൂ. എന്ത് വന്നാലും അതിന് കുറവേ കിട്ടത്തുള്ളൂ. പക്ഷെ എന്നാൽ ഏകദേശം അത്രയും പ്രഷർ നമുക്കൊരു അത്യാവശ്യം ഒരു കാറോ ബൈക്കോ അല്ലെങ്കിൽ ഒരു ഫ്ലോറോ ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു പ്രഷർ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രഷർ തന്നെയാണ് അതിന്റെ അതൊന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് കൂടിയ പ്രഷറുള്ള വേണമെന്നുള്ള ആ ഒരു ഒന്നുമില്ല. കാര്യം ഒരു കാർ ബൈക്കൊക്കെ കഴുകാനായിട്ട് അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു 1/4 മണിക്കൂറോളം നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ പോലും ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു ഹീറ്റിംഗ് ഇഷ്യൂസ് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം കൂളിംഗ് അതിൻ്റെ അത് തന്നെ വരുന്നുള്ളതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് ആയിട്ടില്ല. പക്ഷെ എന്നാൽ നോയ്സ് ഹെവി നോയ്സ് ആണ്. അപ്പോൾ അതിന്റെ സൗണ്ട് അല്ലെ അതിന്റെ നോയ്സിന്റെ കാര്യത്തിൽ ഞാൻ നല്ല ഡിസപ്പോയിന്റ്മെന്റ് ആണ്. കാര്യം നല്ല സൗണ്ട്, ഹെവി സൗണ്ട് ആണ് ഇതിന് വരുന്നത്. പിന്നെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് അതിൽ പ്രഷർ വാഷർ എന്ന് പറയുന്നത് നല്ല ഹൈ ക്വാളിറ്റി തന്നെയാണ്. പക്ഷെ എന്നാൽ അതിന്റെ കൂടെ വരുന്ന ആക്സസറീസ് അത്ര വലിയ ഹൈ ക്വാളിറ്റി ഒന്നുമില്ല. പിന്നെ ഒരു എൻട്രി ലെവൽ പ്രഷർ വാഷർ എന്ന് നോക്കുമ്പോഴേക്ക് അതിൽ കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ക്വാളിറ്റി ആണെങ്കിൽ പോലും കുഴപ്പമില്ല. നമുക്ക് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ്. കാര്യം അത്രയ്ക്കുള്ള റേറ്റ് ഇതിന് വരുന്നുള്ളൂ. അതുപോലെ തന്നെ അഗാരോയുടെ സുപ്രീം എന്ന ഈ ഒരു പ്രഷർ വാഷർ നമുക്ക് ഫ്ലിപ്കാർട്ടിലോ ഒരു ആമസോണിൽ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അഗാരോ സുപ്രീമിന്റെ പ്രഷർ വാഷറിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.